നമ്മളിപ്പം നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുവാണ്. ഇത് നല്ല തണുപ്പുണ്ട്. റോഡ് ട്രിപ്പായിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മറന്നുപോയി ബാക്കി പറയാം. പീപ്പിൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ഭയങ്കര ടയേർഡായിരുന്നു. വന്ന പാടെ നന്നായിട്ട് കിടന്നുറങ്ങി. ഇന്നിപ്പം ഇവിടെ വെതർ മഴയാണ് കാണിക്കുന്നത്. ചെറുതായിട്ട് മഴ ചാറുന്നുമുണ്ട്. എന്താകുമെന്ന് അറിയില്ല. ഇന്നും നമ്മൾ 2-3 സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മഴ കാരണം എന്താകുമെന്ന് അറിയത്തില്ല. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ പകൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 11 മണി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു മെക്ഡിയിലോ അല്ലെങ്കിൽ ടിമ്മിലോ, ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ല. നമ്മുടെ കാനഡയിലാണെങ്കിൽ മെക്ഡിയും ടിമ്മോ ആയിരുന്നു. ഇവിടെ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വരും, നമുക്ക് പോകാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡങ്കിൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് കയറിയത്. അവിടെ നിന്ന് നമ്മളൊരു കോഫിയും സോസേജ് ആൻഡ് എഗ്ഗിൻ്റെ ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഹൈലാൻഡ് പാർക്ക്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. ഞാൻ സ്വെറ്റർ എടുത്തിട്ടു. ഇവിടെ നല്ല തണുപ്പുണ്ട്. രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ട്. നല്ലൊരു പാർക്കാട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു പാർക്കാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേര് നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണ്. പക്ഷെ അധികം ആരെയും കാണാനില്ല. വെതർ നല്ലതല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും തണുപ്പത്തൊക്കെ ആര് വന്ന് നടക്കാനാ? അയ്യാ, നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്താനായി. ഇതിൻ്റെ എൻഡിങ് വരുന്നത് മെയിൻ റോഡിലേക്കാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മെയിൻ റോഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണെന്നറിയോ ഗൈസ്? കല്ലറ. ഇഷ്ടം പോലെ കല്ലറയുണ്ട്. ഇതൊരു കുന്ന് പോലെയാണ്. കുന്നിൻ്റെ മേളിലും കല്ലറയാണ്, കുന്നിൻ്റെ താഴെയും കല്ലറയാണ്. ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുവാണ്. ഇത് ലോവർ ഫോൾസ് വാട്ടർഫോൾ തന്നെയാണ്. ഇന്നിവിടെ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും നല്ല തണുപ്പുണ്ട്. വിറയ്ക്കുന്നൊക്കെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മഴയും. ഇന്നലെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാനും പോകാനും നല്ല സുഖമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ഭയങ്കര തണുപ്പാണ്. പിന്നെ മഴ എപ്പോഴാണ് പെയ്യാന്ന് പറയത്തില്ല. ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഒരു ഇറക്കമാണ്. അപ്പോൾ കാണാവോ എന്നറിയത്തില്ല. ഈ ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമ്മൾ വരാനായിട്ട്. ഇറക്കം ഇറങ്ങും തോറും തണുപ്പും കൂടുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്. ചെറിയൊരു ഇറക്കമാണ്. ഈ ഇറക്കം മൊത്തം ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഫോൾസ് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണ് ആ കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് ലോവർ ഫോൾസ് വരുന്നത്. വീഡിയോയിൽ കണ്ടാൽ അറിയാം, ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു റോഡും കൂടെയുണ്ട്. അതൊരു ചെറിയൊരു ട്രെയിലാണെന്ന് തോന്നുന്നു. മഴയായത് കാരണം നമ്മൾ ആ വഴിയെ പോയില്ല. ഈ ലോവർ ഫോൾസിന് അക്രോസ് ആയിട്ട് ഒരു ബ്രിഡ്ജും ഉണ്ട്. ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ അവിടെ നിന്നപ്പോൾ ഫോൾസിൽ നിന്നുള്ള വെള്ളം നമ്മുടെ മേത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മഴയും. നന്നായിട്ട് നനഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ
റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആ കാണുന്ന സ്ഥലത്ത് നിന്ന് ലോവർ ഫാൾസിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഫാൾസിലേക്കുള്ള വെള്ളം ഒഴുകി വരുന്ന വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ലോവർ ഫോൾസ് കണ്ടിറങ്ങി. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈയൊക്കെ കണ്ടോ ചുമന്നിരിക്കുന്നേ. നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് രീതിയിൽ വരാം. റോഡ് അവിടെ നിന്ന് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ച് വന്നത്. ഇനി നമ്മൾ തിരിച്ച് കാറിലേക്ക് പോകുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. എനിക്കവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് തണുപ്പ് പറ്റത്തില്ല. നമ്മൾ തിരിച്ച് നടക്കുവാണ്. കുറച്ച് നടക്കാനുണ്ടല്ലോ. നമ്മൾ ചെറിയൊരു ഇറക്കം ഇറങ്ങിയിട്ടാണല്ലോ താഴോട്ട് വന്നത്. ഇനി അത് മൊത്തം തിരിച്ച് കയറണം. മഴ പെയ്യുന്നുണ്ട്. ഞാൻ പോട്ടെ. നമുക്കിനി നെക്സ്റ്റ് ലൊക്കേഷനിൽ കാണാം. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത് ഒരു സൂ ആണ്. ഇത് സെനീക്ക പാർക്ക് സൂ. ഇതിന് ഫ്രണ്ടിൽ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ഇതുപോലൊരു ടിക്കറ്റ് നമ്മൾ എടുക്കണം. ഇതൊരു മാപ്പാണ്. ഇതിനകത്ത് ഓരോ നമ്പേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ നമ്പേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ബേർഡ്സ് ആൻഡ് അനിമൽസിനെയാണ് കാണാൻ പറ്റുക എന്ന കാര്യം അവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്പോട്ടും മിസ് ചെയ്യാതെ എല്ലാ അനിമൽസിനെയും കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ കക്ഷി ഫ്രോഗാണ്. ഒരുപാട് നേരം ഞാൻ നോക്കിയെങ്കിലും ഞാനൊരു ഫ്രോഗിനെ പോലും അതിനകത്ത് കണ്ടില്ല. ഇനി നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ കണ്ടത് ലെപ്പേർഡിനെയാണ്. നന്നായിട്ട് മഴ പെയ്യുന്ന കാരണം ഒരു ലെപ്പേർഡ് ഓൾറെഡി അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം മറ്റേ ലെപ്പേർഡും ആ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ വന്ന സമയം അവിടെ വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയി ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഫോക്സ്. പക്ഷെ അതിന് ഈ ഭക്ഷണം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അത് കഴിക്കാതെ തിരിച്ചു പോയി. പിന്നെ കണ്ടത് കാട്ടിലെ രാജാവിനെയാണ്. മിസ്റ്റർ രാജാവ് ഉലാത്തുകയാണ്. നെക്സ്റ്റ് ഹൈലൈറ്റ് ഈ ബസ്സാണ്. ഇനി എങ്ങാനും ആർക്കെങ്കിലും സിംഹത്തെ നേരിട്ട് കാണാൻ പേടിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു വൈഡ് ആംഗിൾ വ്യൂ കാണാൻ പറ്റും. കുഞ്ഞുമക്കളായിട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട രാജാവും ഇയാളും ഒരാൾ തന്നെയാണ്. നെക്സ്റ്റ് ആഫ്രിക്കൻ എലിഫന്റ് ആണ്. ഒരുപാട് ആനകളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതത്ര പുത്തരിയല്ല. നമ്മളിപ്പോൾ സൂവിൻ്റെ അകത്താണുള്ളത്. ഇവിടെ നമ്മൾ ഒരുപാട് അനിമൽസിനെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സൂവിൻ്റെ അകത്ത് കയറുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇതുവരെ സൂവിൽ പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കൊള്ളാം. മെയിനായിട്ട് ജിറാഫിനെ കാണണമെന്നായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ജിറാഫായിട്ടൊരു ഒബ്സഷനുണ്ട്. എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ജിറാഫിനെ കാണണമെന്ന്. മേ ബി അതിൻ്റെ ലെങ്ത്തൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, അത്രയും വലിയൊരു അനിമൽ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു 3-4 ജിറാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ജിറാഫിനെ കണ്ടു. മെയിനായിട്ട് ജിറാഫിനെ കാണണം എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സൂവിൽ കയറിയത്. പിന്നെ ഇതുവരെ കയറിയിട്ടുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കയറിയതാണ്. കുറേ അനിമൽസ് ഉണ്ടായിരുന്നു. ലയൺ ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, സീബ്ര ഉണ്ടായിരുന്നു,
അങ്ങനെ അതെല്ലാം കണ്ടു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാൻ കയറാത്തത് കൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു തണുപ്പുണ്ട്. ഞാൻ സ്വെറ്റർ മാറ്റി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അബുദാബിയിൽ പോയപ്പോഴും അവിടെ ജിറാഫിനെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ആ ആഗ്രഹം അമേരിക്കയിൽ വന്നിട്ട് നിറവേറിയിരിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യാണ്. ലഞ്ച് കഴിക്കണം. ഉച്ച സമയമായി. ഇനി ഇവിടുന്ന് ഇറങ്ങി ഏതാണ് ഷോപ്പുള്ളത് എന്ന് നോക്കിയിട്ട് ലഞ്ച് കഴിക്കണം. എന്നിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതാണ് ഇനിയുള്ള പ്ലാൻ. ആ കേൾക്കുന്ന ഒച്ച സിംഹം അലർന്ന ഒച്ചയാണ്. സിംഹത്തിൻ്റെ ഗർജനം എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സിംഹത്തിനെ കവർ ചെയ്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. കാരണം ഒരുപാട് അനിമൽസ് ഉണ്ടല്ലോ, അവർക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലി ഇവിടെ വരുന്നുണ്ട്. നിന്നെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടുത്തേക്ക് ചെന്നത് കൊണ്ടാന്ന് തോന്നുന്നു സിംഹം ഇങ്ങനെ ഗർജിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ലഞ്ചിന് നമ്മൾ കഴിച്ചത് ഇവിടുത്തെ ഫേമസ് ഗാർബേജ് പ്ലേറ്റ് ആണ്. പേര് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. മീറ്റ്, പൊട്ടേറ്റോ, സാലഡ് ആൻഡ് ബ്രെഡ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാർക്കിലാണ്. നമ്മൾ പോകുന്ന വഴി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാർക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ ഫുൾ ചെറി ബ്ലോസം ട്രീസാണ്. ലൈറ്റ് റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തിയതാണ്. ഇവിടെ ഒരു ട്രെയിലും ഉണ്ട് നടക്കാനായിട്ട്. ഇതൊരു വലിയ പാർക്കാണ്. പിക്നിക്കിന് പറ്റിയൊരു ടൈപ്പാണ്. മീൻസ് പിക്നിക് ടേബിളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പിക്നിക്കിന് വന്നിട്ട് ഔട്ടിങ്ങിന് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാർക്കാണ്. അതല്ലാണ്ട് ഇവിടെ ട്രെയിലും ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണെങ്കിലും അതിനും പറ്റിയൊരു പാർക്കാണിത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നപ്പോൾ എന്താണ് ഡിഫറൻസ് ഉള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. അവിടെയും ഒരുപാട് പാർക്കുണ്ട്, ഇവിടെയും പാർക്കുണ്ട്. ബാക്കി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം സെയിം ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഏതാ ബ്യൂട്ടിഫുൾ എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമേരിക്കയാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ. അതിപ്പോൾ നമ്മൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായതേ ഉള്ളൂ കാനഡയിൽ. ഇവിടെ ഓൾമോസ്റ്റ് സ്പ്രിങ് നന്നായിട്ടായിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ആണോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആ വിൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടെ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളും കുറച്ചും കൂടെ ഗ്രീനായിട്ട് എനിക്ക് തോന്നിയത് അമേരിക്കയാണ്. നമ്മളിപ്പോൾ റോച്ചസ്റ്ററിലാണ് ഉള്ളത്. അതായത് അമേരിക്കയുടെ ഒരു സൈഡിലാണ് നമ്മളുള്ളത്. മെയിനായിട്ട് ന്യൂയോർക്ക്, കാലിഫോർണിയ ആ സൈഡിലേക്ക് പോകുമ്പോൾ വേറൊരു ബ്യൂട്ടി ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കണം ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും വന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അമേരിക്കയാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത്. നമ്മളിവിടെ വന്നിട്ട് 2 days ആയി. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ഈവനിങ് ആയി. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു ഇന്ത്യക്കാരെ പോലും കണ്ടില്ല. മൊത്തം അമേരിക്കൻസ് ആണ്. മേ ബി നമ്മൾ അമേരിക്കൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുവാണെങ്കിൽ ഇന്ത്യൻസിനെ കാണാമായിരിക്കും. പക്ഷെ നമ്മൾ ഇതുവരെ ആരെയും തന്നെ കണ്ടില്ല. ഒരു ഫാമിലിനെ കണ്ടു. നമ്മൾ സൂവിൽ കയറിയപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇല്ല, വേറെ ആരെയും നമ്മൾ കണ്ടില്ല. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ വളരെ നൈസായിട്ടാണ് നമ്മളെ ഡീൽ ചെയ്യുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ സൂവിൽ നിൽക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒരു അങ്കിൾ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. എൻ്റെ അടുത്ത് ടിക്ടോക്ക് ഐ ഡി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ടിക്ടോക്ക് ഇല്ല, യൂട്യൂബാണ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മളതിന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചു ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഫുഡൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചു. അവർ നൈസായിട്ടാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ ഒരു എന്താ പറയുക പ്ലസ് പോയിൻ്റ് ആയി തോന്നി. നമ്മളെ കണ്ട് നമ്മുടെ അടുത്ത് വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3rd day ആണ്.
ഇന്നലെ നമ്മളൊരു സ്പോട്ടും കൂടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരു കല്യാണം നടക്കുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. ഇന്ന് നമ്മൾ തിരിച്ച് ഒണ്ടാരിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഒരു 2 സ്പോട്ടും കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷേ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ചും കൂടെ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം കുറേ പേരുള്ളപ്പോൾ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോസും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരു കുട്ടി ട്രിപ്പായിരുന്നു, നല്ലൊരു റോഡ് ട്രിപ്പായിരുന്നു. ഇന്നലെ മാത്രം വെതർ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നത്തേക്ക് മഴയൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സ്പോട്ടും കവർ ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങളും ഈ വീഡിയോ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കും. ബൈ ബൈ. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഉള്ളത് ബഫല്ലോ റീജിയണിലാണ്. ഈ കാണുന്നതാണ് നയാഗ്ര ഫോൾസ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ US സൈഡിലെ നയാഗ്ര ഫോൾസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ കാണുന്നത് കാനഡയാണ്. എപ്പോഴും കാനഡയിലെ നയാഗ്ര ഫോൾസ് കാണുമ്പോൾ ദേ ആ കാണുന്നതാണ് US എന്ന് പറയുമെങ്കിലും ഇങ്ങനെ US-ലിരുന്ന് കാനഡ കാണാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. ഏത് ബോർഡറിൽ നിന്നാലും നമുക്ക് 2 നയാഗ്ര ഫോൾസ് കാണാൻ പറ്റും. ഈ കാണുന്നത് US സൈഡിലെ നയാഗ്ര ഫോൾസ് ആണെങ്കിൽ ആ കാണുന്നത് കാനഡ സൈഡിലെ നയാഗ്ര ഫോൾസ് ആണ്. ആ കാണുന്നത് US സൈഡിൽ നിന്നുള്ള ബോട്ടാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് നയാഗ്ര ഫോൾസിലേക്കുള്ള ബോട്ട് ട്രിപ്പ്. കാനഡ സൈഡിലെ ബോട്ട്സ് ആണ് ആ കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ കാനഡ US ബോർഡറും നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഇനി കാനഡയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ US ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. US പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് എന്തായാലും ഷെയർ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.